ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളൊന്ന് ബാംഗ്ലൂർ മാർത്തവള്ളി ഒന്ന് കറങ്ങാൻ പോയിരുന്നേ. സോ അതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞേക്കട്ടെ. വെൽക്കം ടു അമൃത വേഴ്സ്. അങ്ങനെ ഞങ്ങൾ ചുമ്മാ മാർത്തവള്ളി കറങ്ങാൻ വേണ്ടി വന്നതല്ല കേട്ടോ. നമുക്ക് വേറെ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവമായ റിലീസായിട്ട് 2-3 ദിവസമായിട്ടോ. സോ ഇത് കാണണമെന്ന് ഓർത്തിട്ട് ടിക്കറ്റ് ഒക്കെ നോക്കുമ്പോൾ എപ്പോഴും ഹൗസ്ഫുൾ എന്നാ കാണിക്കണേ. ആൻഡ് വൺ ഫൈൻ മോർണിംഗ് നമ്മൾ ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റ് വാവ്, എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്തതാണ്. ഇന്നോവേറ്റീവ് മൾട്ടിപ്ലക്സിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ആ ഒരു തിയേറ്റർ മാർത്തവള്ളിയിലായതുകൊണ്ട് നമ്മൾ ഇന്ന് മാർത്തവള്ളി കറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രാത്രി 10 മണിക്കുള്ള ഷോയ്ക്കാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. പക്ഷെ എല്ലാവർക്കും ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ 10 മണിക്ക് ശേഷം ഉറക്കമൊക്കെ ഉളച്ചിങ്ങനെ ഇരുന്ന് കാണണ്ടേ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നിവിൻ പോളിനെ ഇഷ്ടമാണ്. അപ്പോൾ നിവിൻ പോളിന്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ എല്ലാ പടങ്ങളും ഇഷ്ടമായെന്നല്ല, പക്ഷെ നമുക്ക് എന്തോ നിവിൻ പോളിന്റെ പടം എന്ന് പറയുമ്പോൾ കാണാൻ പോകാം എന്നുള്ളൊരു സംഭവമുണ്ട്. റിവ്യൂസും നമുക്ക് നല്ലതെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ആ പടം മിസ് ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ 10 മണിക്കുള്ള ടിക്കറ്റ് തന്നെ ബുക്ക് ചെയ്തു കേട്ടോ. സോ ഡിന്നർ നമ്മൾ കഴിച്ചത് സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ടാണ്. കുറച്ച് പേർക്ക് ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള കാര്യം മതി. കുറച്ച് പേർക്ക് സാൻഡ്വിച്ച്, പിസ്സ ഒക്കെ വേണം. സോ രണ്ട് കടയിലേ കിട്ടുള്ളൂ. പക്ഷെ കടകൾ രണ്ടും അടുത്തടുത്തുണ്ട്. അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ടാണ് ഡിന്നറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്തുള്ള കഫേ, ഒരു പുനേരി കഫേ ഉണ്ട്. സോ അവിടെ കയറിയിട്ട് നമ്മൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് നമ്മൾ മാർത്തവള്ളിക്ക് പോയത്. സോ നമ്മൾ മാർത്തവള്ളിയിലേക്ക് പോകുമ്പോൾ ഭയങ്കര ട്രാഫിക്കുള്ള സ്ഥലമാണല്ലോ എന്ന് ഓർത്തിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത് കേട്ടോ. പക്ഷേ വിചാരിച്ച പോലെ അത്രയും വലിയ ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ എത്തി. എത്ര നേരം നമ്മളിങ്ങനെ തിയേറ്ററിൻ്റെ ഉള്ളിൽ വെറുതെ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് ഒരു ചായയോ അല്ലെങ്കിൽ ഒരു ലെമൺ സോഡയൊക്കെ കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയത്. കുറച്ച് നേരമൊക്കെ അങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ അവിടെ തന്നെ ഒരു ചെറിയൊരു കഫേ ഉണ്ട്. സോ അവിടെ കയറി കഴിക്കണോ വേണ്ടതൊക്കെ ആലോചിച്ചു. പിന്നെ ഓർത്തു വേണ്ട, നമുക്ക് സിനിമയുടെ ഇൻ്റർവെല്ലിലൊക്കെ നമുക്ക് വന്ന് കഴിക്കാമല്ലോ. പിന്നെ 2-3 സെൽഫി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ തിയേറ്ററിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ അനുഷ്കയാണെങ്കിൽ വരുന്ന നേരത്ത് പറഞ്ഞിരുന്നു, അമ്മമ്മ എൻ്റെ ഫോൺ എടുത്തോളൂ, അപ്പോൾ തിയേറ്ററിൽ ഇരുന്നിട്ട് സിനിമ ബോറടിക്കുകയാണെങ്കിൽ ഞാൻ ഇരുന്നിട്ട് വീഡിയോ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ ആദ്യം മുതൽ അവസാനം വരെ അനുഷ്ക കണ്ണെടുക്കാണ്ടിരുന്ന് കണ്ടിട്ടോ സിനിമ. കുട്ടിക്ക് കരച്ചിൽ വരെ വന്നു ഓരോ സീനെ കണ്ടിട്ട്. നല്ല സിനിമയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി ഇതുപോലെ നല്ല അടിപൊളി സിനിമകൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ശരി ഗൈസ്, പുതിയ ക്ഷണിക്കളമേ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.